ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിന്നീസ് വൈറൽ വീഡിയോസ്. ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് വാഗമണ്ണിലേക്കാണ്. ഏന്തേറ്റിൽ നിന്നും എളങ്കാട് വഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഒരു 10 കിലോമീറ്റർ ദൂരത്തിൽ നമുക്ക് വാഗമൺ എത്തിച്ചേരാൻ സാധിക്കും. ഓഫ് റോഡ് വഴിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ കാറുകളിലൊന്നും പോകുവാൻ സാധിക്കില്ല. എളങ്കാട് വരെ പോകുമ്പോൾ നല്ല അടിപൊളി റോഡാണ്, നല്ല ടാറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള പുതിയ റോഡാണ്. അവിടെ വരെയാണ് നമുക്ക് ബസ് സർവീസും അവൈലബിൾ ആയിട്ടുള്ളത്. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ പുഴയിൽ വെള്ളമൊന്നുമില്ല. പക്ഷേ മഴക്കാലത്ത് ഇവിടെ ഒരുപാട് ഉരുൾപൊട്ടാറുണ്ട്. കഴിഞ്ഞ തവണ ഇവിടെ കുറേ ഉരുൾപൊട്ടിയതുകൊണ്ട് മണിമലയാറിൻ്റെ തീരത്തുള്ള കുറേ സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലായിരുന്നു. മുകളിൽ കാണുന്ന ആ മലയിൽ ഉരുൾപൊട്ടി മണ്ണ് പോയതൊക്കെ കാണുവാൻ സാധിക്കും. ഇനി മുതൽ മുന്നോട്ട് ഓഫ് റോഡ് യാത്രയാണ്. ടാർ ചെയ്യാൻ വേണ്ടി മിറ്റിലൊക്കെ ഇറക്കിയതിന് ശേഷം ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഇങ്ങോട്ടുള്ള പാലം തകർന്നു. അതിനുശേഷം ഈ റോഡ് എങ്ങനെയാണ്. ഇനി പാലം പണിതതിന് ശേഷം മാത്രമേ ഈ ടാറിങ് പുനരാരംഭിക്കത്തുള്ളൂ. അതുവരെ നമുക്ക് ഇവിടുത്തെ ഓഫ് റോഡ് യാത്ര എൻജോയ് ചെയ്യാം. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഏകദേശം മുകളിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടുന്ന് ചെറിയ റിസോർട്ടുകളൊക്കെ കാണാൻ സാധിക്കും. ഇളങ്കാട് വഴി പോകുമ്പോൾ കയറി ചെല്ലുന്ന വഴിയാണിത്. നമ്മൾ ഈരാറ്റുപേട്ട വഴി പോകുമ്പോൾ വേറൊരു റൂട്ടിലൂടെയാണ് എത്തിച്ചേരുന്നത്. താഴെ നിന്നും നേരെ കയറി ചെല്ലുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട്. കുത്തനെയുള്ള കയറ്റമാണ്. ഈ ചെരുവിലാണ് ഓരോ റിസോർട്ടുകളും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് എല്ലായിടത്തു നിന്നും നല്ല അടിപൊളി വ്യൂ ആണ് താഴേക്ക് കാണുവാനായിട്ട്. റൈറ്റ് സൈഡിലായിട്ട് ഒരു റിസോർട്ടും നൈറ്റ് സ്റ്റേക്ക് വേണ്ടി ഒരുപാട് ടെൻറ്റുകളും കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ്. ഇവിടെ ഒന്ന് വണ്ടി നിർത്തി ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഈ ജീപ്പിലാണ് ഞങ്ങളെല്ലാവരും വന്നത്. അത് മറ്റേ മുതുമരമലയാണ്. കടമ്പാപ്പിളി റിസോർട്ടൊക്കെ ഉണ്ട്. മുതുമരമല നമ്മൾ അവിടെ നിർത്തിയില്ലേ, അവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള ഇത് തങ്ങളുപാറ. വീഡിയോ ഓർമ്മ
അഡ്വഞ്ചർ പാർക്കിലേക്കുള്ള എൻട്രി ടിക്കറ്റ് എടുക്കേണ്ടത് ഇവിടെ നിന്നാണ്. വാട്ടർ ഡാൻസ് ഒക്കെ ഇല്ലേ, ആ സാധനമൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്തൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ഒരു ലേക്കാണ്, ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അതുപോലെ വേറൊരു ലേക്ക് കൂടെ ഉണ്ട്. ചെറിയ മറ്റേ ചവിട്ട് വെള്ളമോ മുട്ടവഞ്ചി ഉണ്ടല്ലേ, ഓക്കെ അത് തന്നെ ഉള്ളു ആ ഐറ്റം. അവിടെ നിന്നാ കാണാം. ഇവിടെയാണ് ജയൻ സിംഗും സ്കൈ സൈക്ലിങ്ങും പിന്നെ അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ ഉള്ളത്. ഇവിടെ തന്നെ നമുക്ക് പാരാഗ്ലൈഡിങ്ങും കാണാൻ സാധിക്കും. ഇതാണ് വാഗമണ്ണിൻ്റെ പ്രധാന ആകർഷണമായിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജ്. ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഇത്. ഇതിൻ്റെ താഴെ കാണുന്നതാണ് സ്കൈ സൈക്ലിംഗ്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ പാരാഗ്ലൈഡിങ്ങിന് വേണ്ടി വരുന്നുണ്ട്. വീഡിയോ എടുത്തോ, ചെറിയ വീഡിയോ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കിഡ്സ് പാർക്കിൻ്റെ അടുത്താണ്. ഇവിടെ തന്നെ ചെറിയ ചെറിയ ഹോട്ടലുകളുണ്ട്, ഫുഡും സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ കിട്ടുന്ന. ആർക്ക് അബിക്ക്? ആ ഓക്കെ. ആദ്യമോ നീ എപ്പോഴാണ് നന്ദു വണ്ടി ഓടിക്കാൻ പഠിച്ചത്? അയ്യോ കുഞ്ഞായിട്ട് നന്ദിക്ക് ഓടിക്കണല്ലേ? ഇതാണ് നമ്മുടെ ബോട്ട് ഹൗസ്. ഇവിടെ കുട്ടവഞ്ചിയും പെഡൽ ബോട്ടിങ്ങും അതുപോലെ തന്നെ റോ ബോട്ടിങ്ങുമാണ് ഉള്ളത്. ഇവിടെ ഇടയ്ക്ക് ഇടിയും മഴയും വന്നതുകൊണ്ട് ഇവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് തൽക്കാലം. അതുകൊണ്ട് കൂടുതൽ കാഴ്ചകളൊന്നും കാണുവാൻ സാധിച്ചില്ല. അപ്പോൾ വാഗമണിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ ബൈ.